ഏറ്റവും കുറച്ച് ഐറ്റംസ് മാത്രം ഇട്ട് നല്ല ടേസ്റ്റിൽ ഒന്ന് മത്തി പൊരിച്ചെടുക്കാം. ആദ്യം മത്തി ഒന്ന് നന്നാക്കി എടുക്കട്ടെ. ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസേ ചേർക്കുന്നുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനത്തെ ഒരു മത്തി ഫ്രൈ ആണ് കേട്ടോ. മത്തിൻ്റെ പഞ്ഞി നമ്മൾ കളയുന്നില്ല, അതും ഇതിൻ്റെ കൂടെ പൊരിച്ചെടുക്കാം. ഒരേ മസാല തന്നെയാണ് കേട്ടോ അതിനും ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് കഴുകിയിട്ട് വരഞ്ഞ് വെക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പഞ്ഞിയിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. അതും പഞ്ഞിയിൽ കുറച്ച് ചേർത്താൽ മതി. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ. മീൻ ഓരോന്നായി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറു തീയിലിട്ടിട്ട് വേണം വേവിക്കാൻ. തിരിച്ചും മറിച്ചിട്ട് വേവിക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. മസാലകളൊക്കെ കുറച്ചുള്ളെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചത് തന്നെയാണിത്. ഇത് മത്തി മാത്രമല്ല, എല്ലാ മീനും നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് അഭിപ്രായം പറയണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.